hello everyone. Welcome back. മക്കളെ നോക്കൂ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദ ക്വാളിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിലറിയാം, നമ്മൾ അതിന്റെ ടൈറ്റിൽ ഇറ്റ് സെൽഫ് എന്താ, ക്വാളിറ്റി ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുകയാണ്, വാട്ട് ഡസ് ദ ടൈറ്റിൽ ക്വാളിറ്റി സിഗ്നിഫൈ? ഈ ഒരു ടൈറ്റിൽ, ഈ ഒരു പേര് ക്വാളിറ്റി എന്നുള്ള പേര് എന്താണ്, ഈ ഒരു ചാപ്റ്റർ എത്രത്തോളം വർത്ത് ആണ്, എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. To whom or to what does the title refer? ആരെ ഉദ്ദേശിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പേര് അവർ കൊടുത്തത്, അല്ലെങ്കിൽ ഈ ഒരു പേര് റെഫർ ചെയ്യുന്നത് ആരെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ നമ്മൾ ഉത്തരം എഴുതും? ഇവിടെ നോക്കുക, ദ ടൈറ്റിൽ ക്വാളിറ്റി സിഗ്നിഫൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് എ തിങ്. ഇവിടെ എന്തിനാണ് പൊതുവെ നമ്മൾ ക്വാളിറ്റി എന്ന് പറയും ഒരു വസ്തുവിന്റെ ഒരു ഫീച്ചർ ആയിട്ടാണ് അല്ലേ. അതിന്റെ ഒരു ഗുണനിലവാരത്തിനനുസരിച്ച് എന്താണ് നമ്മൾ എന്ത് പറയാ, അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് നമ്മൾ പറയാം. ദിസ് ചാപ്റ്റർ സിഗ്നിഫൈസ് ദ ക്വാളിറ്റി ഓഫ് എ ബൂട്ട്. അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മുടെ ബൂട്ട് മേക്കേഴ്സ് ഉണ്ടാക്കുന്ന നമ്മുടെ ജസ്ലസ് ബ്രദേഴ്സിന്റെ അവരുണ്ടാക്കുന്ന ബൂട്ടിന്റെ ക്വാളിറ്റിയാണ് എന്ത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൾ ദ ബൂട്ട്സ് മെയ്ഡ് ബൈ മിസ്റ്റർ ജസ്ലർ, അല്ലെങ്കിൽ എന്താണ് മിസ്റ്റർ ജസ്ലസ് ഉണ്ടാക്കുന്ന ബൂട്ട്സ്. Boots by Mr. Gisler's were of the finest quality leather and were always perfect in size. അല്ലേ, അപ്പോൾ മിസ്റ്റർ ജസ്ലസ് ഉണ്ടാക്കുന്നത് എന്തായിരുന്നു? അവർ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അവർ ഉപയോഗിക്കുന്ന ലെത്തർ എന്താ പറയുക, നമുക്കൊരു കോംപ്രമൈസ് ഇല്ല, അത്രയ്ക്ക് എന്താണ് അടിപൊളി സാധനം നമ്മൾ പറഞ്ഞാൽ അത്ര അടിപൊളി. രണ്ടാമത് അവരുണ്ടാക്കുന്ന ബൂട്ട് എന്ന് പറയുന്നത് എന്താണ്, വൺസ് വി വെയർ ഇറ്റ്, നമ്മൾ അത് വെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അത്രയും എന്തായിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും, നമുക്കത് അത്രയും എന്തായിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും. അതാണ് എന്ത് രണ്ടാമത്തെ പ്രത്യേകത. And the title is compared to the firms that do not worry about the quality of the boots but only money. മിസ്റ്റർ ജിസ്ലർ ബിലീവ്ഡ് ഇൻ ക്വാളിറ്റി. അപ്പൊ പൈസ ഉണ്ടാക്കുക, പൈസ എന്നതിലുപരി അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹം ട്രസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലേ. ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിലാണ് ആരെന്ത് മിസ്റ്റർ ജിസ്ലർ പ്രാധാന്യം കൊടുത്തത്. He used to work for long hours and did not allow anyone else to help him as he believed in hard work. നോക്കൂ, അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ്, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ബിസിനസ്സിൽ വരുത്തിയിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ്, ഡിഡ് നോട്ട് allow anyone else to help him. മറ്റുള്ളവർ ആരും എന്ത് ചെയ്തിട്ടില്ല, പുള്ളി സഹായത്തിന് വിളിച്ചിട്ടില്ല അല്ലേ. പുള്ളി തന്നെ എന്താ ചെയ്യുക, എല്ലാ ജോലിയും എന്ത് ചെയ്യും, അദ്ദേഹം തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മനുഷ്യനാണ് ആര്, നമ്മുടെ മിസ്റ്റർ ജസ്ലർ. അപ്പോൾ ഒരു ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ നിങ്ങൾ ഈ ഉത്തരം എഴുതണം. അടുത്തത് നോക്കിയേ, ഡിഡ് മിസ്റ്റർ ജസ്ലർ ഫെയിൽ ആസ് എ ബൂട്ട് മേക്കർ ഓർ ഡിഡ് ഹി റൈസ് ആസ് എ കോമ്പറ്റീറ്റീവ് ബിസിനസ് മാൻ? അദ്ദേഹം ഒരു ബൂട്ട് മേക്കർ എന്നുള്ള നിലയിൽ എന്താണ്, ഫെയിലർ ആണോ, അതല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ എന്നുള്ള നിലയിൽ എന്താണ് അദ്ദേഹം ഉയർന്നു വന്നിട്ടുണ്ടോ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഉറപ്പാണ് എന്താണ്, മിസ്റ്റർ ജസ്ലർ ഡിഡ് നോട്ട് ഫെയിൽ ആസ് എ ബൂട്ട് മേക്കർ. ഒരു ബൂട്ട് മേക്കർ എന്നുള്ള നിലയിൽ ഒരിക്കലും ഒരു ഫെയിലർ അല്ല ആര്, മിസ്റ്റർ ജസ്ലർ അല്ലേ. പക്ഷേ മിസ്റ്റർ ജസ്ലർ made sure that his customers were satisfied with his work. He made sure one thing, അദ്ദേഹം ഒരു കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വന്ന കസ്റ്റമേഴ്സ് ഒക്കെ എന്താണ്, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയത്. His boots fitted a person perfectly and then even lasted longer than any other boots. അല്ലേ, അപ്പൊ എന്താണ്, ഏതൊരു ബൂട്ടിനെക്കാളും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബൂട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നമ്മുടെ മിസ്റ്റർ ജസ്ലറിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ സാഡ്ലി ഹി കുഡ്ന്റ് റൈസ് ആസ് എ കോമ്പറ്റീറ്റീവ് ബിസിനസ്മാൻ. പക്ഷെ ഒരു കോമ്പറ്റീറ്റീവ് ബിസിനസ്മാൻ ആയിട്ട് ആർക്ക് ഉയരാൻ സാധിച്ചില്ല, മിസ്റ്റർ ജസ്ലറിന് ഉയരാൻ സാധിച്ചിട്ടില്ല. ആസ് ഹി വാസ് പുവർ ആൻഡ് ഡിഡ്ന്റ് ഹാവ് എനി മണി ടു സ്പെൻഡ് ഓൺ അഡ്വർടൈസിങ്. അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഒരു പൈസ പോലും അഡ്വർടൈസിങ്ങിനോ മറ്റോ ഉപയോഗിക്കുന്നില്ല. Due to the establishment of these big firms, he lost business and doing the work alone. It took the brothers to deliver the boots on time. With the money he earned, he paid the shop rent and bought leathers. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യും, വീണ്ടും പോവും ഈ പറയുന്ന ലെതേഴ്സ് വാങ്ങി വരും, വീണ്ടും അദ്ദേഹം പോവും ലെതേഴ്സ് വാങ്ങിയിട്ട് വരും. അപ്പൊ ഇത് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൂ. അതല്ലാതെ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനും ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ബിസിനസ്സിനനുസരിച്ചിട്ടുള്ള ഒരു
മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നും യൂസ് ചെയ്യാൻ ആരും മുതിർന്നിട്ടില്ല. മിസ്റ്റർ ജസ്ലർ ഹി നെവർ എവർ ട്രൈഡ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഷുവറായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, എക്സാമിൻ്റെ സമയത്ത് എന്തായാലും എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.